ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ശാന്തിമന്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ശാന്തിമന്ത്രം ക്ലാസ് ഞാൻ നേരത്തെ എടുത്തു, ഇന്ന് 3ാമത്തേതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം, ഒന്ന് നോക്കാം. അതായത് ഇത് നിങ്ങൾക്കറിയാം 4 വേദങ്ങളുണ്ടെന്ന്, അതിൽ യജുർവേദത്തിൽ നിന്ന് എടുത്തതാണ് ഇത്. യജുർവേദത്തിൽ നിന്ന് വായിക്കാം. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമാ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തത് വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെയാണ്. നമുക്കൊന്ന് ഓരോ വാക്കായിട്ട് നോക്കാം. ഓം ശം നോ മിത്ര ശം വരുണഃ ശം നോ ഭവത്വര്യമാ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുഃ ഉരുക്രമഃ വിഷ്ണുഃ ഉരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാം അവതു തത് മാം അവതു തത് വക്താരം അവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ആദ്യം അവിടെ പറഞ്ഞു ഓം ശം നോ മിത്രഃ ശം വരുണഃ. മിത്ര ആരാണ്? സൂര്യദേവനാണ് മിത്രഃ. പിന്നെ വരുണനെ അറിയാം, വരുണദേവനും അറിയാം. അപ്പോൾ ഓം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശം നോ എന്ന് പറഞ്ഞാൽ നഹ. ശം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളം ഉണ്ടാകട്ടെ. ആർക്ക്? നോ മിത്രഃ ഞങ്ങൾക്ക്. നഹ ഗ്രാമർ പഠിച്ചവർക്ക് അത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് എന്താണ്? ദേവന്മാരായ മിത്രനും പിന്നെ വേറെ വരുണനും ഞങ്ങൾക്ക് എന്ത് തരട്ടെ? മംഗളം തരുമാറാകട്ടെ എന്നാണ് ആദ്യത്തത്. ഞങ്ങൾക്ക് മംഗളം തരുമാറാകട്ടെ. ആരൊക്കെ? മിത്രനും വരുണനും. പിന്നെ രണ്ടാമത് വന്നത് ശം നോ ഭവത്വര്യമാ. ആര്യമാവ്, ആര്യമാ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ഒരു ദേവനുണ്ട്. അതുപോലെ ശംനോ ആര്യമാ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് മംഗളം തരട്ടെ. പിന്നെ അതുപോലെ ശംന ഇന്ദ്രോ ബൃഹസ്പതിഃ. ഇന്ദ്രൻ ആരാണെന്നറിയാം. ഈ ബൃഹസ്പതി ആരാണ്? ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി, അല്ലേ? അപ്പോൾ ഇന്ദ്രനും ബൃഹസ്പതിയും ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ശംനോ ഞങ്ങൾക്ക് മംഗളം തരട്ടെ. പിന്നെ പറഞ്ഞു ശംനോ വിഷ്ണുരുക്രമഃ. വിഷ്ണു പ്ലസ് ഉരുക്രമഹയാണ്. വിഷ്ണു ഉരുക്രമനായിട്ടുള്ളതാണ്. ഉരുക്രമൻ വലിയതായിട്ട് നടത്തക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. വലിയ നടത്തക്കാരൻ, നടത്തിപ്പുകാരൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ഉരുക്രമനായ വിഷ്ണു എന്ത് ചെയ്യുന്നു? വിഷ്ണു നമുക്ക് മംഗളം തരട്ടെ. പിന്നെ പറഞ്ഞു ത്വമേവ. പിന്നെ ഉണ്ട് നമോ ബ്രഹ്മണേ നമസ്തേ വായോ. നമോ ബ്രഹ്മണേ. ബ്രഹ്മണേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനായിക്കൊണ്ട്, ബ്രഹ്മത്തിനായിക്കൊണ്ട്. ബ്രഹ്മം പറഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നു. ബ്രഹ്മണേ ബ്രഹ്മത്തിനായി. അതുപോലെ വായുദേവനെ പറയുന്നു. ഹേ വായുദേവ അവിടുന്ന് വായുദേവനായിട്ടും നമസ്കാരം. ആർക്കൊക്കെയാണ്? ബ്രഹ്മത്തിനും വായുദേവനും നമസ്കാരം. പിന്നെ പറഞ്ഞു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി. ത്വമേവ വായുവിനെ പറയാണ്. പ്രത്യക്ഷനായിട്ടുള്ള ബ്രഹ്മമാണ്. പ്രത്യക്ഷമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നതാണ് പ്രത്യക്ഷം. മറ്റതെല്ലാം പരോക്ഷമാണ്. ഇപ്പം നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ. അപ്പം നമുക്കത് പ്രത്യക്ഷം ഇല്ല, അല്ലേ? പടങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ, പ്രത്യക്ഷമല്ല. പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ള ബ്രഹ്മമാണെന്ത്? വായു പ്രത്യക്ഷമല്ലേ? നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ? വായു എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നത്, നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഹേ അവിടുന്ന് തന്നെയാണ് പ്രത്യക്ഷ ബ്രഹ്മം. വായുവിനോട് പറയാം.
അവിടുന്ന് തന്നെയാണ് ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ അസി. ത്വം എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്നും പറയാം, അങ്ങ് എന്നും പറയാം. ത്വം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഗ്രാമർ അനുസരിച്ച് മധ്യമ പുരുഷൻ ഏകവചനമാണ് വരേണ്ടത്. ഇവിടെ ബ്രഹ്മാസി, ബ്രഹ്മം അസി, അസി എന്ന് പറഞ്ഞാൽ ആകുന്നു, അങ്ങാകുന്നു. എന്ത്? പ്രത്യക്ഷ ബ്രഹ്മം, നേരിട്ടുള്ള ബ്രഹ്മം. പിന്നെ അവിടുന്ന് തന്നെയാണ് പ്രത്യക്ഷ ബ്രഹ്മം. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നു ത്വമേവ പ്രത്യക്ഷ ബ്രഹ്മ വദിഷ്യാമി. പിന്നെ പറഞ്ഞു വദിഷ്യാമി, അഹം വദിഷ്യാമി, ഞാൻ പറയും. വദിഷ്യാമി എന്നുള്ളത് പിന്നെ ഭാവി കാലമാണ്, ഫ്യൂച്ചർ ടെൻസാണ്. വദതി എന്ന് പറഞ്ഞാൽ പറയുന്നു, ഇപ്പോൾ പറയുന്നു വർത്തമാനകാലം, പ്രസൻറ്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസ് ഐ വിൽ ടെൽ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഫ്യൂച്ചർ ടെൻസാണ്. ഇവിടെ ത്വമേവ പ്രത്യക്ഷ ബ്രഹ്മ വദിഷ്യാമി, ഞാൻ പറയും. നേരത്തെ ബ്രഹ്മാസി വാസി എന്ന് പറയുമ്പോൾ ത്വം വരുന്നു. ഇവിടെ അഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അഹം വദിഷ്യാമി, എന്ത് പറയും? ഞാൻ പറയും, പറയും. ഫ്യൂച്ചറാണ്. ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി, അങ്ങ് തന്നെയാണ് പ്രത്യക്ഷ ബ്രഹ്മം എന്ന്. അത് കഴിഞ്ഞിട്ട് ഋതം വദിഷ്യാമി. ഋതം എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പറയാം, യാതൊരു മാറ്റവുമില്ലാതെ. ഋതം വദിഷ്യാമി, ശരിയായ രീതിയിൽ പറയും, ഞാൻ പറയും, ഫ്യൂച്ചർ ടെൻസ്. പിന്നെ സത്യം വദിഷ്യാമി, സത്യം മാത്രമേ പറയൂ, ഞാൻ സത്യം പറയും അല്ലെങ്കിൽ പറയാം. അതും എന്താണ്? ഫ്യൂച്ചർ ടെൻസാണ്. സംസ്കൃതം പഠിക്കുന്നവർക്കറിയാം, അതിൽ റിട്ട് എന്നാണ് പറയുന്നത് ഫ്യൂച്ചർ ടെൻസിന്. പിന്നെ തന്മാം അവതു, തന്മാം, തത് മാം അവതു, തത് മാം അവതു. മാം എന്ന് പറഞ്ഞാൽ എന്നെ, മാം അവതു, എന്നെ രക്ഷിക്കട്ടെ. തത് ഏത്? തതെന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ബ്രഹ്മം എന്നെ രക്ഷിക്കട്ടെ. തത്മാം അവതു. പിന്നെ തത് വക്താരമവതു, അത് വക്താരം എന്ന് പറഞ്ഞാൽ ആരാണ്? എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാണ്? അതെൻ്റെ ഗുരുവാണ്, അതാണ് വക്താരം. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാണ്? ആ ഗുരു. ആ ഗുരുവിനെയും അവതു, രക്ഷിക്കൂ, രക്ഷിക്കട്ടെ, രക്ഷിക്കൂ അല്ലെങ്കിൽ രക്ഷിക്കട്ടെ. ഇവിടെ അവതു എന്ന് പറഞ്ഞാൽ അതൊരു പിന്നെ ക്രിയയാണ്. ആ ക്രിയയ്ക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോട്ടെന്നാണ് അതിന് പറയുന്നത്. ആ ക്രിയയ്ക്ക് പിന്നെ ഉപദേശം, ആശീർവാദം, അനുഗ്രഹം, ആ രീതിയിലൊക്കെ പറയുന്ന തരത്തിലുള്ളതാണ് ഈ അവതു എന്നുള്ള കാര്യം. അതിനെ ലോട്ടെന്നാണ് പറയുന്നത്. അത് ഗ്രാമർ പഠിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ വക്താരം അവതു, ആ ഗുരുവിനെയും രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവതുമാം, മാം, എന്നെ രക്ഷിക്കട്ടെ, എന്നെ രക്ഷിക്കൂ അല്ലെങ്കിൽ രക്ഷിക്കട്ടെ. അതും അവിടെ ലോട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവതുമാം, അവതു വക്താരം, വീണ്ടും വീണ്ടും പറയുകയാണ്, എന്നെ രക്ഷിക്കൂ, അതുപോലെ അവതു വക്താരം, എൻ്റെ ഗുരുവിനെയും രക്ഷിക്കൂ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഓം ശാന്തി, ശാന്തി, ശാന്തി. ഓം ശാന്തിയുടെ അറിയാം, ഓരോ പ്രാവശ്യം പറയുന്നുണ്ട് ഞാൻ. ആദ്യത്തെ ശാന്തിക്ക് എന്താണ്? ആധിദൈവികം. ആധിദൈവികം എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന പദവിധി വശാലുള്ള പല കാര്യങ്ങളും നടക്കും. അങ്ങനെയുള്ള ഇതൊക്കെ ഒഴിഞ്ഞു പോകട്ടെ, അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലാതാകട്ടെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്താണ്? ആധിഭൗതികം. നമുക്ക് ചുറ്റും നടക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമുക്ക് ചുറ്റുപാട്, നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ വല്ല സംഭവിക്കാം. അതുപോലെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് ആ ഉപദ്രവങ്ങളൊന്നും ബാധിക്കാതിരിക്കട്ടെ. അവസാനമായിട്ട് പറയുന്നത് ആധ്യാത്മികമാണ്. നമ്മളെ കൊണ്ട് തന്നെ പല ഉപദ്രവങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. നമ്മളുടെ ചില പറഞ്ഞു അറിയാതെ ഓരോ വാക്കുകൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധിക്കാതിരിക്കട്ടെ എന്ന് മൂന്നാമത്തെ ശാന്തി മന്ത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.